ഹൈ ഗൈസ്, കിസാൻ വാനിയുടെ മറ്റൊരു ഉത്സവകാല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിൽ ക്രിസ്മസ് തുടങ്ങിയാൽ ഒരു ഉത്സവകാലം തുടങ്ങുകയായി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുകയാണ്. അതിനോട് അനുബന്ധിച്ചുള്ള ഒരു മത്സ്യം പിടുത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാണ്ട് ആലപ്പുഴക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ കുളങ്ങളിൽ നിന്ന് മത്സ്യം സ്വന്തമായിട്ട് എല്ലാവരും പിടിച്ച് അവരവര് വീടുകളിലുള്ള കുളങ്ങളിൽ നിന്ന് പിടിച്ച് കറി വയ്ക്കുക എന്നുള്ളത്. ഒരു കൃത്രിമോ ഇല്ലാതെ മത്സ്യത്തിനെ പിടിച്ച് ഇത് പിടിച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഇത് പിടിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി വലയിട്ട് പിടിക്കുന്ന ഒരു ആഹ്ലാദമാണ്. വേറെയും ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ കുളങ്ങളിലും തോടുകളിലും കിടക്കുന്ന ചപ്പ് ചവറെല്ലാം ചീഞ്ഞ് ചെളിയായിട്ട് അതെല്ലാം കോരി കരക്കൊണ്ട് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ മത്സ്യങ്ങളും കിട്ടി. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കൃഷിക്ക് ഏറ്റവും നല്ല ഒരു വളമാണ്. അപ്പം അങ്ങനെ ജൈവവളത്തിൻ്റെ ഒരു സ്രോതസ് കൂടിയാണ് ഇതുപോലുള്ള കുളങ്ങൾ. കണ്ട എന്ത് രസമായിട്ടാണ് ഇവർ പിടിച്ച് ഇരിക്കുന്ന വെള്ളത്തിലൊക്കെ ഇറങ്ങി എല്ലാവരും കൂടിയാണിത് പിടിച്ച്. ഇത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കായലിൽ നിന്നൊക്കെ വന്ന് കയറുന്ന മത്സ്യങ്ങൾ അതിനാണ് ഇതിനകത്ത് വന്ന് ഈ കുളത്തിലൊക്കെ വന്ന് കിടക്കും. അത് വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അത് ഇവിടെ തന്നെ കിടന്ന് വളർന്നു വലുതായി. ഇത് കായലിൽ നിന്നുള്ള ചെറിയ ചെറിയ തോടുകൾ ഈ ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിലൂടെയാണ് ഈ മത്സ്യം കയറി വന്ന് ഇവിടെ വന്ന് കുളത്തിൽ കിടക്കുന്നത്. ഈ വെള്ളത്തിൽ ഇറങ്ങി വലയിട്ട് വലിച്ച് ആ ചപ്പും ചവറും ചെളിയൊക്കെ കൂടി വലിച്ച് കരക്ക് കൊണ്ടുവരുമ്പോൾ അതിനിടക്കാണ് മീൻ കിടക്കുന്നത്. ആ മീന് ചെമ്പല്ലി, കാരി, വരാല്, സിലോപ്യ, അങ്ങനെ ഒരുപാട് സൈസ് മീനുകൾ കിട്ടും. അതെല്ലാം നല്ല മുഴുത്ത മീനുകളായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ കുളങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രദേശങ്ങളിൽ, അതായത് ഒരു ഡിസംബർ മാസം മുതൽ മാർച്ച് ഏപ്രിൽ മാസം വരെയുള്ള ജലം കൃഷികൾക്ക് കിട്ടുന്നത് ഈ കുളങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കുളങ്ങൾ എല്ലാ വർഷവും കർഷക തൊഴിലാളികൾ വെട്ടി വൃത്തിയാക്കി ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് വെള്ളം കൂടുതൽ കിട്ടും. അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിൽ വീണ്ടും ഇതിനകത്ത് വെള്ളം വന്ന് കയറി പിന്നെ മത്സ്യങ്ങൾ നിറഞ്ഞ് അടുത്ത വർഷം ഇതിങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. കണ്ട ഇവർക്ക് മീൻ ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ആവും. ഇനിയിപ്പോ ഇഷ്ടംപോലെ മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ബഹളവും കുളിയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ആവാലവൃദ്ധം ജനങ്ങൾ ഇതിനകത്ത് പങ്കാളികളാണ്. കാരണം എല്ലാവർക്കും ഇതൊരു പ്രത്യേക ഒരു ആഘോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത് പണ്ടുകാലം തൊട്ടേ ഉള്ളൊരു ഒരു രീതിയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ മീനൊക്കെ കിട്ടുന്നുണ്ട്. മീനിപ്പോ കൂടുതലായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇതിനകത്തുള്ള ചെളിയും ചവറും ഒക്കെ മാറുന്നതനുസരിച്ച് മീനിങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. കണ്ട ഒരു കാര്യം കണ്ട, അതെ അവൻ തെറിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് പോയി. അതേ പിടിച്ചെടുത്തിരിക്കുന്നത്. കണ്ട ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ കുത്തും. ഇവന് രണ്ടു വശത്തും കൊമ്പുള്ളതാണ്. ഇവൻ കൊമ്പ് കുത്തി ഇവൻ ഭയങ്കര വേദനയായിരിക്കും.
ഇത് ഈ മീൻ പിടിക്കുന്നവർക്ക് ഒരു പിന്നെ ഭയങ്കര പേടിയാണ്. കണ്ടാ ഇവ വീണ്ടും വന്ന് ഇത് ധാരാളം ഉണ്ട് ഇതിനകത്ത്. കണ്ട വീണ്ടും വല കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. കണ്ട ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട്. കണ്ട ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇതേ ഇഷ്ടംപോലെ കാര്യങ്ങൾ. കിട്ടി, വരാല് കിട്ടി. കണ്ട അതല്ല അടിപൊളി വരാല്, നല്ല സൂപ്പർ വരാല്. കണ്ട ഇതാണ് വരാലെന്ന് പറയുന്ന സാധനം. കണ്ട ഇത് ധാരാളം ഉണ്ട്. ഇത് 2 കിലോ 3 കിലോ വരെ തൂക്കമുള്ള വരാൽ നമുക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോ ചെറുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.